ടെലിഫോണിലൂടെ ശ്രീ മുഹമ്മദ് റിയാസ് അങ്ങടക്കമുള്ള 4 മന്ത്രിമാർ അവിടെ ഏകോപനത്തിനായി എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് കോഴിക്കോട് എത്തി. കോഴിക്കോട്ട് നിന്ന് ഇപ്പൊ റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഇപ്പൊ അവിടെ ചൂരൽമലയിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അവിടെ ഈ ചൂരൽമലയിലെ താലൂക്ക് തല IRS കൺട്രോൾ റൂമിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നമ്പർ ഒന്ന് തരാം. ഒന്ന് ഡെപ്യൂട്ടി കളക്ടർ 8547. നിങ്ങളത് നോട്ട് ചെയ്യണം. തീർച്ചയായും 8547616025. തഹസിൽദാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് തഹസിൽദാർ വൈത്തിരി. ഈ കൺട്രോൾ റൂമിലെ പ്രധാന നമ്പറാണ് 8547616601. തുടർന്നോളൂ. കൽപ്പറ്റ ജോയിന്റ് BDO ഓഫീസ് 9961289892. I repeat once again, 9961289892. Assistant Motor Van Inspector 938340. നമ്പറുകൾ ലഭ്യമാണ്. ആ നമ്പറുകൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറുടെയും വൈത്തിരി താലൂക്ക് ഇതിന് പുറമെ രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘം എത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം വയനാട്ടിലേക്ക് ഉടനെ തിരിക്കും. ഇതോടൊപ്പം നമ്മുടെ ഇവിടെ ഒരു പാലം തകർന്നത് നമുക്ക് എത്രയും വേഗത്തിൽ പാലത്തിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. അതിന് സൈന്യത്തിന്റെ സഹായം, സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ഈ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് എത്രയും വേഗം നടപ്പിലാക്കും. ഹെലികോപ്റ്ററുകൾക്ക് നിലവിൽ അവിടേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഈ കാലാവസ്ഥാ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് തുടരുകയായിരുന്നല്ലോ. എങ്ങനെ ക്ലിയർ ആവില്ല. ഈ ഹെലികോപ്റ്ററുകൾക്ക് നിലവിലേക്ക് അവിടേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അതിന്റെ ഒരു പ്രതികൂല കാലാവസ്ഥയുണ്ട്. എന്നാലും സാധ്യമാകുന്ന നിലയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ റവന്യൂ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജറുമായി സംസാരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തന സാധ്യതകളൊക്കെ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുക. ഏതൊക്കെ പോളിസിനെയാണോ, ഏതൊക്കെ എക്സ്പേർട്സിനെയാണോ, എന്തൊക്കെ സംവിധാനത്തെയാണോ, ഇതൊക്കെ എല്ലാ നിലയിലും ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആത്മവിശ്വാസം നമുക്ക് ഈ കാര്യങ്ങൾ